36 ദ്വീപുകളടങ്ങിയ ലക്ഷദ്വീപ് എന്ന സുന്ദരമായ ഒരിടം, പവിഴപ്പുറ്റുകളുടെ നാട്. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ലക്ഷദ്വീപ് ഒന്ന് കാണുക എന്നുള്ളത്. ലക്ഷദ്വീപിൻ്റെ ഭംഗി വാക്കിലും ദൃശ്യങ്ങളിലും അങ്ങനെ ഒതുക്കാൻ പറ്റില്ല, അത് നേരിട്ട് തന്നെ കാണണം. യെസ്, അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്കും പരിപാടികളും എല്ലാം കഴിഞ്ഞു. നമ്മുടെ കൂടെ ഇത്തവണ 14 പേരുണ്ട്. ഞങ്ങളിതൊരു 2-2.5 മാസമൊക്കെ മുമ്പ് ഇതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. അറിയാലോ, ലക്ഷദ്വീപിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്നൊരു സ്ഥലമല്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് സമയവും പ്രിപ്പറേഷൻസും എല്ലാം ആവശ്യമാണ്. ആദ്യം PCC എടുക്കുക. അപ്പം നമ്മൾ ആദ്യം എല്ലാവരും അതെല്ലാം എടുത്ത് പെർമിറ്റിന് അപ്ലൈ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ വരുന്നത്. ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ളൊരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ കൂടെ വന്നിട്ടുള്ള എല്ലാവരും ഫസ്റ്റ് ടൈം വരുന്നതാണ്. ഞാൻ ലക്ഷദ്വീപിലേക്ക് ഇത് 3ാമത്തെ തവണയാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കൂടെയുള്ള ടീംസ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര എനർജറ്റിക് ടീമാണ്. ലക്ഷദ്വീപ് എനിക്കൊന്നും മറിച്ചിടുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ടീമായിട്ട് യാത്ര കൊണ്ടുപോകുമ്പോഴും നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എല്ലാം എൻജോയ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവരാകുമ്പം എന്താ പറയുക, വളരെ ഹാപ്പിയാണ്. അപ്പം ഇപ്പോൾ 10 മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ്. വെറും ഒരു 1.25 മണിക്കൂർ കൊണ്ട് നമ്മൾ അഗത്തി ദ്വീപിലെത്തും. അഗത്തിയിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ കാണുന്ന ഒരു മുകളിൽ നിന്ന് കാണുന്ന തന്നെ ഒരു വ്യൂ എന്ന് പറയുന്നത് കിടിലനാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും, ഓഫ് കോഴ്സ് ഞാനും. കാരണം ഓരോ യാത്രയും നമ്മൾ പോയ സ്ഥലങ്ങളാണെങ്കിലും ഓരോന്നും ഓരോ ലൈവാണല്ലോ. മീൻസ് ഓരോ യാത്രയിൽ പുതുമകൾ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഞാനും ഈ ഒരു യാത്രയിൽ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. അപ്പം എല്ലാവർക്കും ലക്ഷദ്വീപ് വീഡിയോയിലേക്ക് ഒരു സ്വാഗതം. ഒരു ഇൻട്രോ ഇത്രയും നീണ്ടതായി പോയല്ലേ, സോറി കേട്ടോ. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ വരുന്നതായിരിക്കും. ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഉള്ളവരാണ്. ഇത് അജയേട്ടൻ, ശങ്കരൻകുട്ടിയേട്ടൻ, സ്മിത ചേച്ചി, ഷീല ചേച്ചി, അംബിക ചേച്ചി, ഡോക്ടർ ഷൈനി, പ്രിൻസ് ചേച്ചി, അനു, സാന്ദ്ര, ഡോക്ടർ സാനു, സന്തോഷ്, അശ്വൽ, അരുൺ. ഇത്രയും പേരാണ് നമ്മുടെ കൂടെ ഈ യാത്രയിലുള്ളത്. മൊത്തം 14 പേരാണ് കേട്ടോ. പ്രത്യേകിച്ച് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു സ്വപ്നമായതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇങ്ങോട്ടേക്ക് വരാനും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. എൻ്റെ പേര് ഷാരി എന്നാണ്. എൻ്റെ ട്രാവൽസിൻ്റെ പേരാണ് ഡോറയുടെ പ്രയാണം. 6 വർഷമായിട്ട് ടൂർ പാക്കേജുകൾ ചെയ്യാണ്. നമ്മൾ ഫ്ലൈറ്റിൻ്റെ പാക്കേജ്, അതായത് ലക്ഷദ്വീപിലേക്ക് ഫ്ലൈറ്റിൻ്റെ പാക്കേജ് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഷിപ്പിൻ്റെ ടിക്കറ്റ് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ നമ്മളുടെ പാക്കേജിനൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഫാമിലി, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ അടുത്ത യാത്രകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. വളരെ ചെറിയൊരു ഫ്ലൈറ്റാണ്, 72 സീറ്റുകൾ മാത്രമുള്ള വളരെ ചെറിയൊരു ബസ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ബസ് എന്നറിയാണ്ട് ഞാൻ പറഞ്ഞു പോയത് കേട്ടോ. പക്ഷേ KSRTC പോലെയൊക്കെ തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. പക്ഷെ എന്തായാലും ആകാശത്തോടാണ് പോകുന്നത്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ജസ്റ്റ് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് ലക്ഷദ്വീപ് എത്താം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇറങ്ങുമ്പോൾ തന്നെ നല്ല, അതായത് ഞാൻ അത് ഇൻസ്റ്റാ റീലിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അതാണ് ആ വിഷ്വലിൽ, എൻട്രിയിൽ അങ്ങനത്തെ വിഷ്വൽ എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞത് കേട്ടോ. ഒരേ സമയം 2 ടൈപ്പും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ RJ ഷാരി എന്നാണ് കേട്ടോ ഇൻസ്റ്റാ ID. അപ്പോൾ അതിനകത്ത് നമ്മൾ ലാൻഡിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവരതൊന്ന് പോയിട്ട് കാണണേ. അത് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരുപാട് സമയമൊന്നും നമുക്ക് പോവില്ല. കാരണം ഒരു ചെറിയ എയർപോർട്ടാണ്. നമ്മളിപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളുടെ പെർമിറ്റ് ചോദിക്കും. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ പുറത്ത് കിടക്കുക. അതിപ്പോൾ കൊച്ചി എയർപോർട്ടിൽ നമ്മൾ എത്തുമ്പോഴും നമ്മൾ ടിക്കറ്റും ആധാറൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ പെർമിറ്റ് അവർ ചോദിക്കും. അവിടെ തന്നെ എന്തെങ്കിലും നോക്കി വല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ കയറി പോരാനായിട്ട് പറ്റില്ല കേട്ടോ. അവിടുന്ന് ഇവരുടെയും ഒരു ചെക്കിംഗ് ഉണ്ട്. എന്ന് വെച്ചാൽ പെർമിറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ഞാൻ ചെക്കിങ് എന്തുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഐ ലവ് അഗത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സംഭവമൊക്കെ കാണാം. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 വണ്ടികളാണ് വന്നേക്കുന്നത്. നോർമൽ നമ്മൾ ഇത്രയും കുറച്ചൊരു 14 പേരെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ കുറച്ച് പേര് തന്നെയാണ്.
പക്ഷേ ഇവിടെ വലിയ വാഹനങ്ങളോ വലിയ ബിൽഡിങ്ങുകളോ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാറുകളൊക്കെയാണ് ഇവിടെ നമ്മളെ ടൂറിസ്റ്റുകളെയൊക്കെ കൊണ്ടുവരാനായിട്ട് വരിക. അപ്പോൾ 3 വാഹനങ്ങളിലായിട്ടാണ് നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പ് 14 പേരായതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത്, അതായത് ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് റൂംസും ഇല്ല. ഒരു വീട്ടിൽ 5 റൂമും പിന്നെ ഒരു വീട്ടിൽ 2 റൂമും ആയിട്ടാണ് നമ്മൾ റൂമൊക്കെ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ നമ്മളൊക്കെ ഇവിടെയാണ്. ഇതാണ് റൂം കേട്ടോ. റൂമൊക്കെ നല്ല അത്യാവശ്യം നീറ്റാണ്, നന്നായിട്ട് വലുപ്പമുണ്ട്. അപ്പം നമ്മളുടെ ആളുകളൊക്കെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്ത് ബാഗൊക്കെ വെച്ചാൽ നമുക്കിനി നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാണ്ട് ആദ്യത്തെ പരിപാടിയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നല്ല മീൻകറിയൊക്കെ കൂട്ടിയിട്ടുള്ള ഭക്ഷണമായിരുന്നു. അപ്പം എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു 4 പേര് കൂടെ ഉള്ളവരെ അവരെ നമ്മൾ വേറെ റൂമിലാണ് ആക്കിയേക്കുന്നത്, വേറെ വീട്ടിൽ. അത് കുറച്ചിങ്ങോട്ട് നടന്നു പോകുന്നത് നമ്മൾ അവരുടെ അടുത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇവരിവിടെ എന്താ ചെയ്യണമെന്ന് അറിയണമല്ലോ. നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകുന്ന വഴി ഒരാൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന്, ഇത് വലയാണ് കേട്ടോ, മീൻ പിടിക്കുന്ന വല. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്യാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മളുടെ വീടിൻ്റെ മുമ്പിലൂടെയുള്ള ഭാഗത്താണ് ഇപ്പോൾ ഈ ഒരു വ്യൂ കാണുന്നത് കേട്ടോ. പോകുന്ന വഴി നമ്മളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഈ കടലിലേക്ക് തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ എവിടെ റൂം എടുത്താലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബീച്ച് വ്യൂ വേണമെന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെയാണ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നന്നായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്ത് റെസ്റ്റ് എടുത്ത് ഇനി നമ്മൾ അടുത്ത പരിപാടി ഇവിടുത്തെ കൽപ്പട്ടി ഐലൻഡിലേക്ക് പോവുകയാണ്. ഗ്ലാസ് ബോട്ടിലാണ് പോണേ. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, കാണിക്കാം. പോകാം, നമുക്ക് പോകാം. അപ്പം ഇവിടെ ലക്ഷദ്വീപിൽ യഥേഷ്ടം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയാണ്, പിന്നെ അതേപോലെ തന്നെ മീനും. ഞാൻ ആദ്യം വന്ന സമയത്ത് ഇങ്ങനെ ഓർക്കുമായിരുന്നു, അതായത് പ്രത്യേകിച്ച് മതിലുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പൊക്കെ ഞാൻ നോക്കുമ്പം ഒരുപാട് മതിലുകളും വീടുകളൊക്കെ കുറച്ചും കൂടെ വലുതും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇവിടെയും കണ്ടു തുടങ്ങി. അപ്പം നമ്മൾ കൽപ്പട്ടി ഐലൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ 2 കാര്യമുണ്ട്, അതായത് കൽപ്പട്ടി ഐലൻഡ് വിസിറ്റും ഗ്ലാസ് ബോട്ട് എക്സ്പീരിയൻസും. അപ്പം നമ്മളിത് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇവിടുന്ന് ബോട്ട്, അതും 2 ബോട്ടായിട്ടാണ് പോകുന്നത്. ഇത് ചെറിയ ബോട്ടാണ് കേട്ടോ, ബോട്ട് എന്ന് അങ്ങനെ പറയാം. അപ്പോൾ 2 ബോട്ടിലായിട്ടാണ് 7 പേര് വീതം 2 ബോട്ടുകളിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് മീൻസ് നമ്മളിപ്പോൾ മെയിനായിട്ട് ആ ഐലൻഡ് വിസിറ്റിനോടൊപ്പം തന്നെ ഗ്ലാസ് ബോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കാല് വയ്ക്കുന്ന ഭാഗത്ത് ഉള്ള ഒരു ഭാഗം ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ കുറച്ച് കടലിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടുത്തെ അറിയാമല്ലോ, ലക്ഷദ്വീപിൻ്റെ കടലിൻ്റെ ഉള്ളിലുള്ള പ്രത്യേകത അറിയാമല്ലോ. ഒരുപാട് പഴപ്പുറ്റുകളും ഒരുപാട് ഭംഗിയുള്ള മീനുകളും ഒക്കെ നമുക്ക് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് തീരത്ത് അങ്ങനെ ഉണ്ടാവില്ല, കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടാണ് നമുക്കതൊക്കെ കാണാനായിട്ട് പറ്റുക. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പരിപാടിയാണ്. നമുക്ക് നല്ല വിഷ്വലൊക്കെ നല്ല ക്ലാരിറ്റിയിൽ കാണാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സൊക്കെ ക്ലിയർ ചെയ്യാണ് കേട്ടോ. പിന്നെ കാണുന്നുണ്ടോ, ഇങ്ങനെ ചെറിയ ബിസ്ക്കറ്റ് പൊടിച്ച് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ എന്തോരാണ് മീനുകൾ വരുന്നതെന്നറിയോ, നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളൊരു വലിയൊരു ആമയും കണ്ടേ. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ റീലിൻ്റെ ടൈപ്പാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റാഞ്ഞത്. കണ്ടോ ആമയുടെ ഒരു സൈസ് നോക്ക്, എന്ത് വലുതല്ലേ.
എല്ലാവരുടെയും ഒരു ചോദ്യമാണ് ലക്ഷദ്വീപ് പോകുമ്പോഴത്തേക്ക് വെയിലുണ്ടോ ചൂടുണ്ടോ എന്നുള്ളത്. സ്വാഭാവികം, അതെല്ലാം സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ അത്രയും ചൂട് ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു പ്രത്യേക കാര്യം കേട്ടോ, അത് എടുത്തു പറയണം. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ കുറച്ച് വെയിൽ കൊണ്ടാലും പെട്ടെന്ന് കരിവാളിക്കുന്ന സൺ ടാനൊക്കെ അടിക്കുന്നവർ എന്തായാലും ഒരുവിധം എല്ലാവരും ഇവിടെ വന്ന് പോകുമ്പോഴത്തേക്കും നല്ല കറുത്തിട്ടായിരിക്കും പോവുക. കറുപ്പിന് അങ്ങനെ അഴക് കുറവ് എന്നുള്ളതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മളുടെ ഉള്ള സ്കിന്ന് ഒന്ന് ഡാമേജ് ആവും, അല്ലെങ്കിൽ ഒന്ന് ഒരു സൺ ടാൻ അടിക്കും എന്നുള്ളത് ഒരു സംശയമില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് സൺസ്ക്രീനൊക്കെ എല്ലാവരും നന്നായിട്ട് കൊണ്ടുവരിക. അപ്പം ഇപ്പം നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലോട്ട് വന്നു. ഇനി നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇവിടുത്തെ ദ്വീപിൽ ഇറങ്ങുക എന്നുള്ളതാണ്. കുറച്ച് നേരം ഇവിടെ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് വെയിലിങ്ങനെ നേരെ മുഖത്തേക്ക് അടിക്കുന്നത് പോലെയായിരുന്നു. അപ്പം അതുകൊണ്ട് അത്ര വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കാനായിട്ട്. പക്ഷേ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു കിടിലം തന്നെയാണ്. കാരണം ഈ ഒരു കളർ, അതായത് നമുക്ക് നമ്മുടെ തീരത്ത് അല്ലെങ്കിൽ നമ്മളുടെ കടലിൽ കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കളറല്ലല്ലോ ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും കണ്ണിന് തന്നെ ഭയങ്കര സുഖമാണ്. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഉള്ള ഒരു മരം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ വന്നിട്ടുള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു മരം ഞങ്ങൾ അവിടെ നിന്നിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ മരം തന്നെ പോയി എന്നാണ് പറയണത്. അപ്പം എന്തൊക്കെ മാറ്റങ്ങളല്ലേ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. വലിയ സംഗതികളൊന്നും ഇവിടെ ഉണ്ടാവില്ല. നമ്മളിപ്പം വേറൊരു പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും കടലാണ് കാണാം. അപ്പോൾ ഇതാണ് കൽപ്പട്ടി ഐലൻഡ്. ഇത് ഇവിടെ ജനവാസം ഇല്ലാത്ത ഒരുപാട് ദ്വീപുകളുണ്ട് കേട്ടോ. അതിനകത്ത് പെട്ട ഒരു ദ്വീപാണ് ഇത്. എന്താ പറയുക, ഇവിടെ എല്ലാം ഈ കളർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗി. ഇനി നമ്മളിവിടുന്ന് വേറൊരു ദ്വീപിലേക്കും കൂടെ പോകുന്നുണ്ട്. അതിലേക്ക് ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്നറിയാൻ വേണ്ടി ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണെന്ന് അറിയാൻ വേണ്ടി വെച്ചേക്കുന്നു. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒക്കെ വെയിൽ താന്നു. നമുക്കൊന്ന് നിൽക്കാം, ആസ്വദിക്കാം, അങ്ങനത്തെ ഒരു ക്ലൈമറ്റിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഇനിയും ഇവിടുന്നും ഇതുപോലൊരു സ്പോട്ടിലൂടെ നമ്മൾ പോവുകയാണ്. ഇതിങ്ങനെ എന്താ ഈ ഉൾച്ചെടിക്ക് പറയുക, നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ കാര്യം. പക്ഷെ ഇങ്ങനത്തെ ഒരു ഏരിയ നമ്മുടെ നാട്ടിലെവിടെയും നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. അപ്പോൾ അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു കാട്ടിലൂടെ പോകുന്നത് പോലെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വന്നിറങ്ങുന്നത് മറ്റൊരു ദ്വീപിലേക്കാണ്. മറ്റൊരു ദ്വീപ് മീൻസ് ദ്വീപിൻ്റെ തന്നെ വേറൊരു ഭാഗത്തേക്കാണ്. അത് അടുത്ത ഏരിയയിൽ പോയി കഴിഞ്ഞാലും നമ്മൾ അങ്ങോട്ടേക്കാണ് എത്തുക. കണ്ടോ എന്തൊരു ഭംഗിയാണ്. ഇങ്ങനെ ആ ഒരു ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു പുറത്തേക്കുള്ള ഒരു വ്യൂ തന്നെ കടൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പം നമ്മളിത് അങ്ങോട്ടേക്ക് എത്തി. നമ്മുടെ കൂടെയുള്ള മറ്റ് ബോട്ടിലുള്ള ആളുകൾ പുറകിലാണ് കേട്ടോ. അവരും എന്താ പറയുക, കുറേ ഫോട്ടോസും വിഷ്വൽസും ഒക്കെ എടുത്ത് ഓരോ സ്പോട്ടിലും അങ്ങനെ നമ്മളെപ്പോലെ തന്നെ എല്ലാം ആസ്വദിച്ച് വരികയാണ്. കാര്യം എനിക്ക് അവരുടെ വിഷ്വൽ, ഞാൻ ഇവിടെ ആയതുകൊണ്ട് അവരുടെ വിഷ്വൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതെനിക്ക് മിസ്സിങ് ആണ്. ഇനി ഇവിടെ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. എല്ലാവരോടും ഒരുമിച്ച് വന്നിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് സൺസെറ്റും കാണാനുള്ള ഒരു അവസരമുണ്ട് കേട്ടോ. അതും സൂപ്പറാണ്. കാരണം കടലിൻ്റെ തീരത്ത് അല്ലെങ്കിൽ കടലിലൊരു സൺസെറ്റ്, അത് സൺറൈസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഭംഗിയൊന്ന് വേറെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ കാണണം എന്നുള്ളതും കൂടെയാണ് നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, എല്ലായിടത്തും ഇങ്ങനെ വലിയ വലിയ പാറ കഷ്ണങ്ങൾ പോലെ. അങ്ങനെ നമ്മുടെ നാട്ടിലിപ്പോൾ കന്യാകുമാരിയൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഇങ്ങനെ നല്ല ഷേപ്പിലുള്ള കല്ലുകളും കാര്യങ്ങളും. ഇവിടെ അങ്ങനത്തെ സംഗതികളല്ല കേട്ടോ കാണാം. അതിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ ടീംസൊക്കെ എത്തിയിട്ടുണ്ട്. ടീംസ് അതെ സൺസെറ്റിൻ്റെ സമയവുമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചേർന്ന് നമ്മളുടെ കൂടെയുള്ള ആളുകളെക്കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ വരുന്ന ബോട്ടിൽ ഇവിടുത്തെ ആരെങ്കിലും, അതായത് ബോട്ട് തുഴയുന്നവർ മീൻസ് ബോട്ട് ഓടിക്കുന്നവരല്ലാതെ അതിൻ്റെ കൂടെ നമുക്ക് പറഞ്ഞു തരാനായിട്ടും ഒരാളുണ്ടാവും. നമ്മളത് എല്ലാവരെയും കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു റീല് നമ്മളിത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ചിനി പോവുകയാണ് കേട്ടോ. കാരണം നമുക്ക് ഇന്ന് റൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് എല്ലാവരും കടലിൽ പോയിട്ട് കുളിക്കാം എന്നൊക്കെയായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് ഇരുട്ടാവും. അതുകൊണ്ട് നമ്മളിനി ആ പരിപാടി നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നമ്മളൊരു ഞണ്ടിനെ കണ്ടതാണ്.
ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇപ്പം ഷൂ പോലെയുള്ള ചെരുപ്പുകളൊന്നും ഇടാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ സൺസ്ക്രീൻ അത് മസ്റ്റാണ് കേട്ടോ. കാരണം നമുക്ക് എന്തായാലും വെയിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരിവാളിക്കും. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ എടുക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഏത് ദിവസമായാലും നമ്മൾ നനയും. ബീച്ചാണല്ലോ മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്ന രീതിയിലുള്ള ഡ്രസ്സ് എടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഇവിടെ BSNL അതേപോലെ തന്നെ എയർടെൽ അത് മാത്രമേ കണക്ഷനുള്ളൂ. കുറേ ഭംഗിയുള്ള വിഷ്വൽസും കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നല്ല ഇരുട്ടായി. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനെ രാത്രി ആയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല. നാളെ നമ്മൾ മറ്റൊരു ഐലൻഡിലേക്ക് പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.